ഷിപ്പിംഗ് രംഗത്തെ വിദഗ്ധനായ ശ്രീ പ്രകാശ് അയ്യർ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ പ്രകാശ് അയ്യർ, വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. നമുക്കിപ്പോൾ MV കൈരളിയുടെയൊക്കെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ പോലും ഇതുപോലൊരു ഗുരുതരമായ സാഹചര്യം നാട് മുഴുവൻ അല്പമെങ്കിലും ഭയപ്പെടുകയും ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മുടെ ഒരു അറിവ്. ഇതെങ്ങനെയാണ് അങ്ങ് കാണുന്നത്? ഇപ്പോൾ നേരത്തെ ഷിബു ബേബി ജോണിൻ്റെ പ്രതികരണം അങ്ങ് കേട്ടോ എന്നറിയില്ല. ഈ മുന്നറിയിപ്പുകൾ ആളുകളിൽ വല്ലാത്തൊരു ഭയാശങ്ക ഉണ്ടാക്കുന്നു എന്നാണ്. പക്ഷെ നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ നൽകുന്ന നിർദ്ദേശങ്ങളാണ് മാധ്യമങ്ങൾ ജനങ്ങളെ അറിയിക്കുക. അത് ജാഗ്രതയോടെ തുടരാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു നിലവിലെ ഒരു സിറ്റുവേഷൻ അങ്ങ് എങ്ങനെ കാണുന്നു? നമ്മൾ ഇത് പേടിക്കേണ്ട ഒരു കാര്യമല്ല, നമ്മൾ കുറച്ച് ജാഗ്രതയായിട്ട് ഇരിക്കേണ്ട ഒരു കാര്യം മാത്രമാണ്. കപ്പലുകൾ നമുക്ക് ഫസ്റ്റ് ടൈമായിട്ടാണ് നമ്മുടെ കേരളത്തിലെ തീരത്ത് ഇങ്ങനെ സംഭവിക്കുന്നത്, മുങ്ങുന്നത്. പക്ഷേ മറ്റ് രാജ്യങ്ങളിലെല്ലാം തന്നെ, ഇപ്പോൾ ബോംബെയിൽ തന്നെ പണ്ട് ജുഹു ബീച്ചിലേക്ക് കപ്പൽ കയറിയ ചരിത്രമുണ്ട്. ചരിത്രത്തിൽ അടുത്ത കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരള ഷിപ്പിങ്ങിൻ്റെ 1979 നമ്മുടെ കപ്പൽ പുറത്തു പോയിട്ട് മുങ്ങിയതുണ്ട്. അപ്പം നമുക്കിത് പുതുതായിട്ടായതുകൊണ്ട് നമുക്ക് ടെൻഷൻ. പക്ഷേ ഇതിലൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിൽ ഹസാഡസ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽസ് കണ്ടെയ്നറിലൊന്നുമില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഹസാഡസ് എന്ന് പറയുന്നത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത് അതിൻ്റെ ഓയിൽ മാത്രമാണ്. അപ്പോൾ ആ ഓയിൽ ടാങ്കിനെ നമ്മൾ എങ്ങനെ സാൽവേജ് ചെയ്യും, അതിനെ എങ്ങനെ നമ്മൾ അതിന് റെസ്ക്യൂ ചെയ്തെന്ന്, അതിന് നമുക്ക് ഓയിൽ സ്പില്ലേജ് ഇല്ലാതിരിക്കാൻ പറ്റുമെന്ന് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. അതിനിപ്പോൾ ആ ഷിപ്പിംഗ് കമ്പനിയുടെ ബന്ധപ്പെട്ട അധികാരികൾ അതിൽ ഇടപെട്ടിട്ടുണ്ടാവും. കാരണം അതൊരു മറൈൻ പൊല്യൂട്ടൻ്റ് അവർ സമ്മതിക്കുന്നുണ്ടാവില്ല. അപ്പോൾ പേടിക്കേണ്ട ഒരു സാഹചര്യമില്ല, ജാഗ്രതയായിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഈ 13 കണ്ടെയ്നറുകളിൽ കാൽഷ്യം കാർബൈഡ് ഉണ്ട് എന്നൊരു വിവരമുണ്ട്. അതെങ്ങനെയാണ്? അത് ഈ ഷിപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്കായിരുന്നോ, അതോ ഇതേപോലെ ഷിപ്മെൻറ്റിൽ പെട്ടതാണോ? അതിൻ്റെ ഒരു സ്ഥിതി എങ്ങനെയാണ്? അത് ഷിപ്മെൻറ്റിൽ പെട്ടതാവും. നമുക്ക് കാൽഷ്യം കാർബണേറ്റൊക്കെ ഇങ്ങോട്ട് ഇമ്പോർട്ട് വരുന്നുണ്ട്. നമ്മൾ കുറേ DG കാർഗോ നമ്മൾ കൊച്ചി പോർട്ടിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇന്ത്യയിലെ എല്ലാ പോർട്ടിലും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ DG എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് ഗുഡ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിനുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ എന്തെങ്കിലും ലീക്കായാലോ, ഇല്ലെങ്കിൽ ചില സമയത്ത് എന്താ പറയുക, ഓയിൽ പോലെയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ലീക്കായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ചിലപ്പോൾ ഇറിറ്റേഷൻ ഉള്ളതുണ്ടാവും. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് ഉണ്ട്, MSDS എന്ന് പറയും. അതിൽ കൃത്യമായിട്ട് അതിൻ്റെ വേണ്ട പ്രിവെൻഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതെങ്ങനെ നമുക്ക് തടുക്കാൻ പറ്റുന്നില്ല, അത് നമ്മൾ ജനങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് രാജ്യങ്ങളിൽ നമ്മുടെ തന്നെ കപ്പൽ ഒക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് സാധനങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ജാഗ്രതാ നിർദ്ദേശം, അത് കൈകാര്യം ചെയ്യുന്നതിന്റെ SOP ഒക്കെ സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ അന്തർദേശീയ തലത്തിൽ തന്നെ. അത് പാലിക്കപ്പെടുന്ന രീതി എങ്ങനെയാണ്? അതായത് ഇത് സാധാരണഗതിയിൽ ഇങ്ങനെ വരുമ്പോൾ മെർക്കൻറ്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, MMD എന്ന് പറയും, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ളൊരു സ്ഥാപനം. അവർക്ക് ഇതിനെക്കുറിച്ച് DG ഷിപ്പിങ്ങിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ്. അവരാണ് ഈ സർവേ ചെയ്തിട്ട് കപ്പലിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും അതിൻ്റെ നമ്മളിപ്പോൾ ഇവിടുത്തെ RTO പോലെയാണ് അവർ. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുമായിരിക്കും. നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ കാർഗോ സേഫായിട്ട്, അതായത് അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഈ MSDS ഷീറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ കാൽസ്യം കാർബണേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് എന്താണ് പ്രിക്കോഷൻ ഉണ്ട്, അത് നമ്മൾ ജനങ്ങളെ അറിയിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം, ഈ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ MT കണ്ടെയ്നർ അതെല്ലാം തീരത്തേക്കാണ് ആദ്യം അടിഞ്ഞു വരിക. അതിനുശേഷം വെയിറ്റുള്ള കാർഗോ ഉണ്ടെങ്കിൽ ഇപ്പോൾ 20-25 ടണ്ണുള്ള കാർഗോ വാട്ടർ ഉള്ളിലേക്ക് ലീക്കായി കഴിഞ്ഞാൽ അത് കടലിലേക്ക് താണു പോവുകയാണ് ഉണ്ടാവുക. അത് മെല്ലെ അടിഞ്ഞു വരും. പിന്നെ ഈ മരത്തിൻ്റെ, ഈ കണ്ടെയ്നറിൻ്റെ അടിയിലെല്ലാം മരത്തിൻ്റെ കഷ്ണങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇത് പൊങ്ങി വരുന്നത്. അപ്പോൾ പൊങ്ങി വരികയാണെങ്കിൽ ബ്രേക്കായി കഴിഞ്ഞാൽ ഇതിന് എന്ത് ചെയ്യണം എന്നുള്ള MSDSൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. എന്താണ് അത് ഓരോ മാനുഫാക്ചറിങ് യൂണിറ്റിലും ഓരോ പ്രൊഡക്ഷൻ സെൻറ്ററിലും അതിനെക്കുറിച്ചുണ്ടാവും. അതെന്താണ് നമുക്കറിഞ്ഞാൽ അത് ഷിപ്പിംഗ് കമ്പനികളുടെ ഉണ്ടാവും ആ ഡാറ്റ. അത് ബേസ് ചെയ്തിട്ട് ജനങ്ങളെ അറിയിച്ചാൽ മതിയായിരിക്കും എന്നാണ് തോന്നുന്നത്. ശ്രീ പ്രകാശ്, ഇപ്പോൾ വർഷം തോറും ആയിരക്കണക്കിന് കണ്ടെയ്നറുകൾ ഇങ്ങനെ പലയിടങ്ങളിൽ കടലിൽ വീണു പോകുന്നുണ്ട് എന്ന കണക്കുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാട്ടുകാരുടെ ഒക്കെ കൂടി സഹായത്തോടെയാണ് ഈ കണ്ടെയ്നറുകൾ, കാലി കണ്ടെയ്നറുകളാണ് എങ്കിൽ പോലും വലിച്ച് തീരത്തേക്ക് കയറ്റുന്നത്. അതിലൊരു റിസ്ക് എങ്ങനെയാണ്? ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്ത് ഏകദേശം 50 മീറ്ററിലേറെ താഴ്ചയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കണ്ടെയ്നറുകളെ സുരക്ഷിതമായി കരയ്ക്ക് കയറ്റുക, അത് വീണ്ടും ഉപയോഗപ്രദമാണോ എന്നറിയില്ല. അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്? രണ്ടാമത് ഇനിയൊരു റീയൂസേജിനെ കുറിച്ച് നമ്മൾ തിങ്ക് ചെയ്യേണ്ട. ഇത് നല്ല ഡാമേജ് ഉണ്ടാവും. പിന്നെ അത് നമുക്കിനി ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിട്ട് യൂസ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടാവില്ല. ഷിപ്പിംഗ് കമ്പനികൾ അതിനോട് താല്പര്യം കാണിക്കില്ല. ഷിപ്പിംഗ് കമ്പനികൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കുക എന്നുള്ളതായിരിക്കും ഷിപ്പിംഗ് കമ്പനിയുടെ പ്രധാന ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടെയ്നേഴ്സ് കണ്ടെയ്നർ കടലിൻ്റെ അടിയിൽ താണിട്ടുണ്ടെങ്കിൽ 60 മീറ്റർ താഴ്ചയുണ്ടെന്നാണ് അവിടെ പറയപ്പെടുന്നത്.
60 മീറ്റർ താഴ്ചയിലാണെങ്കിൽ അത് സാൽവേജ് ചെയ്യാൻ നമുക്ക് ചാൻസ് ഉണ്ട്. പക്ഷേ അതിനുള്ള ഈ മെറ്റീരിയൽസ് എല്ലാം ഡാമേജ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ വർത്ത് ഉണ്ടോ എന്നുള്ളത് ഇൻഷുറൻസ് കമ്പനിയാണ് പറയേണ്ടത്. അത്രയും വർത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അത് സാൽവേജ് ചെയ്യുള്ളൂ. പിന്നെ ഇതെല്ലാം ഡിപ്പെൻഡ്സ്. നമ്മളിപ്പോൾ ഒരു ഞാൻ പറഞ്ഞില്ല, DG ഷിപ്പിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഓർഡറിനെ ബേസ് ചെയ്തിട്ടാണ്, ഗവൺമെൻറ് എന്ത് പറയുന്നു അതിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് കമ്പനികൾ പ്രവർത്തിക്കുക. ഇത് സാൽവേജ് ചെയ്ത് മൊത്തം കപ്പൽ തന്നെ അടിയിൽ നിന്ന് സാൽവേജ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് പറയുകയാണെങ്കിൽ ആ രീതിക്ക് ആ കമ്പനി വർക്ക് ചെയ്യും. ജനറലി ഇങ്ങനത്തെ കണ്ടെയ്നേഴ്സ് എല്ലാം വന്നു കഴിഞ്ഞാൽ ഡാമേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ലോസ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുക. ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് എല്ലാവർക്കും നഷ്ടമാണ്. ഷിപ്പിംഗ് കമ്പനികൾക്ക് നഷ്ടമാണ്, ട്രേഡിന് നഷ്ടമാണ്, എക്സ്പോർട്ടർ ഇമ്പോർട്ടർ എല്ലാവർക്കും നഷ്ടമാണ്. തൊഴിലാളികൾക്കുള്ള ഒരു ആശങ്ക കൂടി, ഇത് എത്ര കാലം അവരുടെ ഒരു ജോലിയെ ബാധിക്കും ഈ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നത് അല്ലെങ്കിൽ മറ്റ് കപ്പലുകളുടെ യാത്ര, അതിനേക്ക് ഇത് എത്ര കാലം ബാധിക്കാൻ സാധ്യതയുണ്ട്? നമുക്ക് ആ ഒരു ഭീഷണി എങ്ങനെ ഒഴിവാക്കാൻ കഴിയും? മറ്റ് കപ്പലിൻ്റെ യാത്രാ സൗകര്യത്തിന് ഇതൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. കാരണം ഇതിന് നമുക്ക് കടൽ ഇത്രയും വ്യാപ്തി ഉള്ളത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള ടെൻഷൻ അടിക്കും. നമുക്ക് ഈ മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിലാണ് നമുക്ക് ടെൻഷൻ. കാരണം ഈ ഓയിൽ സ്പില്ലായി കഴിഞ്ഞാൽ അപ്പോൾ ആ മത്സ്യങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുണ്ടാവും, ഇവർക്കും റിസ്ക് ആണ്, പിന്നെ തീരദേശത്തുള്ള ആളുകൾക്കും അതിൻ്റെ റിസ്ക് ഉണ്ടാവും. അപ്പോൾ ഓയിൽ സ്പില്ലാവാതിരിക്കാനുള്ള നടപടി എന്താണ് എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. അതിന് ഗവൺമെൻറ്റും അതുപോലെ തന്നെ നേവിയും എല്ലാം കൂടെ ചേർന്ന് എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഷിപ്പിംഗ് കമ്പനികളെ ബന്ധപ്പെട്ടാൽ അവരിപ്പോൾ 3 കപ്പൽ അവർക്ക് അങ്ങോട്ട് അടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് ടോ ചെയ്ത് മാറ്റാൻ പറ്റുമോ നോക്കണം. ഇത് ടോ ചെയ്യല്ല, നമ്മൾ സാൽവേജ് ചെയ്തിട്ട് ടോ ചെയ്യേണ്ടി വരും. പക്ഷേ അതൊക്കെ പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമല്ല. ഇത്രയും ഹെവി ടണ്ണേജ് ഉള്ള ഒരു കപ്പലായതുകൊണ്ട് നമുക്ക് അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് കണ്ടെയ്നേഴ്സ് ഈ 13 കണ്ടെയ്നർ നമ്പറും ഡീറ്റെയിൽസും നമുക്കറിയാം. അത് ഷിപ്പിംഗ് കമ്പനികളുടെ കയ്യിലുണ്ടാവും, കസ്റ്റംസിൻ്റെയും പോർട്ടിൻ്റെയും കയ്യിൽ ഈ കണ്ടെയ്നർ നമ്പർ ഉണ്ടാവും. അപ്പോൾ ആ കണ്ടെയ്നർ വരികയാണെങ്കിൽ നമുക്ക് ജാഗ്രത ആ കണ്ടെയ്നർ നമ്പർ അറിയിക്കുക, ഇന്ന കണ്ടെയ്നർ നമ്പറിലാണ് ഇന്ന കാർഗോ വരുന്ന അറിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അത് നമുക്ക് ജനങ്ങൾക്ക് അത് അറിയിച്ചു കൊടുക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.